ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയിട്ട് 12 വർഷമായി. അപ്പം ഞാനത് എൻ്റെ സന്യാസമായിട്ടാണ് കാണുന്നത്. ബിക്കോസ് അതുകൊണ്ടാണ് സിനിമ ഇതുവരെ ഞാൻ വരുന്ന റോളുകൾ എന്താണെങ്കിലും ചലഞ്ചിങ് ആണെങ്കിൽ ചെയ്യും എന്ന് പറയുന്നത് ഇതെൻ്റെ വരുമാന മാർഗമായിരുന്നു. പക്ഷെ ഞാൻ അതിനോട് 100% നീതി പുലർത്തുമായിരുന്നു. പക്ഷേ ആക്ച്വലി എൻ്റെ സീക്രട്ട് ലൈഫാണ് എൻ്റെ റിയൽ ലൈഫ്, വിച്ച് ഇസ് മൈ സ്പിരിച്വൽ ലൈഫ്. അപ്പം ഞാൻ കണ്ടിന്യൂസ്ലി, അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് എപ്പോഴെപ്പോഴും മാറുന്നത് ഫീൽ ചെയ്യുന്നത്. ഞാൻ കണ്ടിന്യൂസ്ലി ഇപ്പോൾ കഴിഞ്ഞ 19 years ഐ ഹാവ് കണ്ടിന്യൂസ്ലി ബീൻ വർക്കിംഗ് ഇൻസൈഡ് സ്പിരിച്വൽ റെൽംസ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിച്ച ആ ഒരു തപസ് പോലത്തെ ഒരു സിറ്റുവേഷനാണ്. സോ ഐ ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ. എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്തേ പറ്റൂ. ബിക്കോസ് അത് ഓൾറെഡി ഒരു പർട്ടിക്കുലർ പാതയാണ്. നമ്മൾ സ്പിരിച്വാലിറ്റി കനോട്ട് ബി ഡൺ വിത്ത് കമ്പനി. അത് ഒറ്റയ്ക്കുള്ള യാത്രയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു. അപ്പൊ ആ പാതയാണത്. അതിന്റെ ഒരു യാത്ര മാത്രമാണ് നമ്മൾ കാണുന്ന. അല്ല, നിങ്ങൾ കാണുന്ന എന്റെ യാത്രകളാണ്. എന്റെ ഡെയിലിയുള്ള ജീവിതമേ അതാണ്. സോ എനിക്കതൊരു വ്യത്യാസമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. അതായത് ഞാൻ ഒറ്റയ്ക്ക് എന്റെ പേഴ്സണൽ സ്പേസിലിരിക്കുമ്പോൾ ആരും കാണുന്നില്ല. ഞാൻ പബ്ലിക്കലി യാത്ര ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇതെന്താ ഒറ്റയ്ക്ക് യാത്രയാണ്, അയ്യോ എനിക്കത് നിങ്ങൾ പറയുമ്പോഴാണ് ഒറ്റയ്ക്കാണോ, അതിനൊരു വിസിബിലിറ്റി കിട്ടുന്നേ ഉള്ളൂ. അത് നിങ്ങൾ പെട്ടെന്ന് കാണുന്നു, അത്രേ ഉള്ളൂ. ബട്ട് ദാറ്റ് ഈസ് ഹു ഐ ആം. ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ശരിക്കും റിലീജിയസ് സ്പിരിച്വാലിറ്റിയുമായിട്ട് ഇതിനെന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഞാൻ റിലീജിയസ് അല്ല, ഒട്ടും റിലീജിയസ് അല്ല. ബേസിക്കലി ബിക്കോസ് ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് കാരണം. എൻ്റെ അച്ഛൻ നായരാണ്, അമ്മ റോമൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ ആണ്, എൻ്റെ സിസ്റ്റർ മുസ്ലിമാണ്, അപ്പോൾ എൻ്റെ ആൻറ്റി സിഖ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ റിലീജിയസ് ബയസസ് ഒട്ടും ഇല്ലാത്തൊരു ഫാമിലിയാണ്. ലൈക്ക് നാഷണൽ ഇൻറ്റിഗ്രേഷൻ പോലത്തെ ഫാമിലിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ആക്ച്വലി സംഘർഷങ്ങൾ കൂടും. നമുക്കൊരു സോളിഡ് ഇതാണ് റിലിജൻ എന്ന് പറയുന്ന ഒരു സ്പേസ് ഇല്ല. നമ്മൾ ആ സെർച്ചിലേക്ക് പോകണം. ആ സെർച്ചിൽ പോകുമ്പോൾ നമ്മൾ ആക്ച്വലി എല്ലാ റിലിജൻസിനും ഉപരിയുള്ള ഒരു ആ യൂണിഫൈഡ് എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ടെന്നാണല്ലോ എല്ലാവരും വിശ്വസിക്കുന്നത്. അവരതിന് പല പേരുകളും പല രീതികളും പറയുന്നു. പക്ഷെ ഫൈനലി എല്ലാവരും പറയുന്നു എല്ലാം ഒന്നാണ്. ആ എല്ലാം ഒന്ന്, വാട്ട് ഇസ് ദാറ്റ് ഒന്ന് എന്നുള്ളതിലേക്കുള്ള അന്വേഷണമാണ് സ്പിരിച്വാലിറ്റി. ഇപ്പൊ ദൈവവിശ്വാസിയാണോ? അതാ ഞാൻ പറയണത്, ദൈവവിശ്വാസം വേണ്ട. വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. അറിയാത്തൊരു കാര്യത്തിനാണ് വിശ്വസിക്കേണ്ടത്. ആ അറിവ് നേടുക എന്നുള്ള ജേർണി ആയിരുന്നു ഈ ഇത്രയും നാള്. സോ ഐ നോ ഗോഡ്. അപ്പൊ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലെനെ അറിയാം, നിങ്ങൾക്ക് ലെന ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല.